നമസ്കാരം. വയനാട് ചൂരൽമല ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം എന്ത് ചെയ്തു? ഇതിന് കണക്കുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയൊക്കെയാണ്? ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാകും. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഉത്തരത്തിലേക്ക് വന്നാൽ സംഗതി ലളിതമാണ്, സുതാര്യവുമാണ്. കണക്കുകൾ കൃത്യമായി കേരള സർക്കാരിന്റെ CM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 2025 ജൂൺ 25 വരെ ആകെ 770,76,79,158 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം അടിയന്തര ധനസഹായം അനുവദിച്ചു. ഇതിനായി 1,03,20,000 രൂപ ചെലവായി. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വീട്ടിലെ 2 പേർക്ക് വീതവും രോഗികൾ ഉണ്ടെങ്കിൽ 3 പേർക്ക് വീതവും 300 രൂപ വെച്ച് 9 മാസത്തോളം 2,218 പേർക്ക് നൽകി. ഇതിനായി 19,09,78,000 രൂപ ചെലവാക്കി. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ നൽകി. 157 ആശ്രിതർക്ക് ഇപ്രകാരം പണം നൽകി. 9,30,00,000 ഇതിനുവേണ്ടി ചെലവായി. ഒരാഴ്ചയിൽ താഴെ ആശുപത്രിയിൽ കിടന്ന 8 പേർക്ക് 5,400 രൂപയും അതിൽ കൂടുതൽ കിടന്ന 26 പേർക്ക് 16,000 രൂപയും നൽകി. ഇതിനു പുറമെ ഗുരുതരമായി പരിക്കേറ്റ 34 പേർക്ക് 7 ലക്ഷം രൂപ നൽകി. ആകെ ഈ ഇനത്തിൽ 21,59,000 രൂപ ചെലവായി. ഗുരുതരമായി പരിക്കേറ്റവർക്ക് SDRF നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ 40 മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ വീതവും 60 മുതൽ 80% വരെ വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ വീതവും അനുവദിച്ചു. 174 പേരെ ശവസംസ്കാരം നടത്തിയ സമയത്ത് 10,000 രൂപ വീതം ആശ്രിതർക്ക് നൽകി. 17,40,000 ഇതിനുവേണ്ടി ചെലവായി. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉന്നയിച്ച തടസ്സവാദങ്ങളെയൊക്കെ എതിർത്ത് കോടതിയിൽ 17 കോടി കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുത്തു. പുനരധിവാസത്തിന് കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് തിരഞ്ഞെടുത്ത 104 കുടുംബങ്ങൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത 15 ലക്ഷം രൂപ വിതരണം ചെയ്തു. ആകെ 16,05,00,000 രൂപയാണ് ഈ ഇനത്തിൽ വിതരണം ചെയ്തത്. ടൗൺഷിപ്പിന്റെ പ്രീ പ്രൊജക്ട് ചെലവായി കണക്കാക്കിയിട്ടുള്ള 40 ലക്ഷത്തിലധികം രൂപ കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അനുവദിക്കാൻ ഉത്തരവായി. ഇതുകൂടാതെ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിന് ഒരു കുടുംബത്തിന് പ്രതിമാസ വാടകയായി 6,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഇപ്രകാരം വാടകയ്ക്കായി 3,98,10,200 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേരളം നൽകേണ്ടി വന്ന 100 കോടിയിലധികം രൂപ, പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വന്ന യാത്രാ ചെലവ്, ഇതെല്ലാം കേരള സർക്കാരാണ് നൽകിയത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികൾ പുരോഗമിക്കുകയാണ്. സർക്കാർ കൃത്യമായ വീക്ഷണത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം മാധ്യമ വാർത്തകൾക്കും കുബുദ്ധികൾക്കും ചെവി കൊടുക്കാതിരിക്കാം. മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക, ശബന്തീനികളായി മാറരുത്, നമുക്ക് പറയാനുള്ളതാണ്. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം 3 കോടി രൂപ ചെലവഴിച്ചു. ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം 4 കോടി, ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ട്രൂപ്പിന്റേതുമായിട്ട് 10 കോടി, 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് 2,76,00,000. കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് 75,000 രൂപ സംസ്കാര ചെലവ് മാത്രമായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഹൈക്കോടതി നൽകിയ കണക്കനുസരിച്ച് ഹൈക്കോടതി ഈ സെപ്റ്റംബർ 6 പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റായി നൽകിയ വകയിൽ ആകെ 2,98,00,000. അതായത് അതിനകത്ത് ഒരു 100 രൂപയുടെ ഒരു റെയിൻകോട്ട്, ഒരു കുട തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനാണ് 2,98,00,000 രൂപ ചെലവാക്കിയിരുന്നത്. ബെയിലി പാലം നിർമ്മിച്ചത് സൈന്യത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ്. പക്ഷേ അതിന് സംസ്ഥാന സർക്കാരിന് 1 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി രൂപ നൽകിയിരിക്കുന്നു. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ചവയിൽ 12 കോടി. അതാണ് ഇതിൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ദുരിതബാധിതരെയൊക്കെ തന്നെ ഒഴിപ്പിച്ച് എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിൽ എത്തിക്കുകയായിരുന്നു. ഈ ക്യാമ്പുകളിൽ എത്തിക്കാനായി, അതായത് മേപ്പാടിയിലേക്കുള്ള ക്യാമ്പുകളിൽ എത്തിക്കാനായി മാത്രം 12 കോടി. മേപ്പാടി മേഖലയിലെ ഏതാണ്ട് 17-18 കേന്ദ്രങ്ങളിലാണ് ഈ ക്യാമ്പുകൾ ഉണ്ടായിരുന്നത്. അവിടെ മാത്രം 12 കോടി അതിനുവേണ്ടി ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. മിലിറ്ററി വോളണ്ടിയർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായി 4 കോടി രൂപ ചെലവഴിച്ചു. മിലിറ്ററി വോളണ്ടിയർമാരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ, അതായത് അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി മാത്രം 2 കോടി രൂപ, ഈ മിലിറ്ററിക്കാർക്കും വോളണ്ടിയർമാർക്കും നൽകാനായി 2 കോടി രൂപ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ തന്നെ അവരുടെ ഈ സഞ്ചരിക്കുന്ന ആശുപത്രികൾ അവിടെ സൗജന്യമായി സർവീസ് നടത്തിയിരുന്നു. എന്നിട്ടും 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപയാണ്. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ വെച്ച് നമുക്കിനി ഏതെങ്കിലും തരത്തിൽ ഇത് ആശുപത്രി ചെലവും എല്ലാം കൂടി ചേർത്ത് ന്യായീകരിക്കുന്ന ഒരു ഡിവിഷൻ വരാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ അവിശ്വസനീയമാണ്. ചെലവുകൾ വേറെയുണ്ട്. ആശുപത്രി ചെലവുകൾ 376 പേർക്ക്, അതായത് ഈ മരിച്ചവരടക്കമുള്ള ആളുകൾക്ക് ചികിത്സ നൽകാനായിട്ടുള്ള ആശുപത്രി ചെലവുകൾ വേറെയുമുണ്ട് എന്നുള്ളതാണ്. അതായത് പരിക്കേറ്റ് ആശുപത്രി ചെലവുകൾ വേറെയുമുണ്ട്. ഏതായാലും ആശുപത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് സർക്കാർ സംവിധാനത്തിൽ ഉള്ള ആശുപത്രികളിലാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടവും മറ്റും നടന്നിരിക്കുന്നത്. ആ ആശുപത്രി ചെലവാണെങ്കിൽ അത് വലിയ സർക്കാരിന്റെ സാധാരണ ചെലവിൽ വരുന്നേ ഉള്ളൂ. അധിക ചെലവിലായി അത് കണക്കാക്കേണ്ടതില്ല. ഏതായാലും മിലിറ്ററി വണ്ടിയർമാർ
വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ് ആവശ്യങ്ങൾക്ക് 10 കോടി രൂപ ചെലവഴിച്ചു. ഹെവി എക്യുപ്മെന്റുകൾ വാടകയ്ക്കെടുത്ത വകയിൽ JCB, ഹിറ്റാച്ചി, ക്രെയിൻസ് എന്നിവയ്ക്ക് ചെലവായത് 15 കോടി രൂപയാണ്. നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉടമകൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇവയൊക്കെ തന്നെ സൗജന്യമായാണ് നൽകുന്നത് എന്നാണ്. ഇനിയിപ്പോൾ ചില അതീവ ദുഷ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചില എക്യുപ്മെന്റ്സ് വാടകയ്ക്കെടുത്തു എന്ന് വെച്ചാൽ തന്നെ ഇതിന് ചെലവായത് 15 കോടിയാണ് എന്നുള്ളത്. ഇതൊക്കെ ആക്ച്വൽസ്, അതായത് യഥാർത്ഥ കണക്കുകൾ ചെലവഴിച്ച തുക എന്നുള്ള മട്ടിൽ തന്നെയാണ് ഈ കണക്കുകളിൽ ഹാജരാക്കിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിന് 8 കോടി ചെലവായി എന്നാണ് പറയപ്പെടുന്നത്. ഈ 8 കോടി ചെലവായതിൽ ഈ കാറ്ററിംഗ് അസോസിയേഷനൊക്കെ നമ്മൾ അവിടെ നിരന്തരം പോയിരുന്ന ആളുകളാണ്, ക്യാമ്പിൽ സമയം ചെലവഴിച്ച ആളുകളാണ്. ഇപ്പോൾ വയനാട്ടിൽ മേപ്പാടിയിലെ പ്രധാനപ്പെട്ട 3 ക്യാമ്പുകളും നടത്തിയിരുന്നത് കാറ്ററിംഗ് അസോസിയേഷൻ ആളുകളാണ്. അവർ പറയുന്നത് അവർ പൂർണ്ണമായിട്ടും സ്വന്തം നിലക്കാണ് ഇത് നടത്തിയത്. മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. അപ്പോൾ പിന്നെ ആ ഭക്ഷണ ചെലവിന് മാത്രം 8 കോടി രൂപ ചെലവായി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി 11 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു കണക്ക്. തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് അവശ്യ വസ്ത്രങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ പോലും വലിയ രീതിയിൽ സൗജന്യമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലോഡ് വസ്ത്രങ്ങൾ അവിടെ എത്തുകയും ഇനി വസ്ത്രങ്ങളും ഭക്ഷണവും ആവശ്യമില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്, മന്ത്രിമാർ പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ചിലവിന്റെ കണക്ക് എങ്ങനെയാണ് ഇത്രയും ഉയർന്നത് എന്നുള്ളതാണ്. ജനറേറ്ററിന് 7 കോടി രൂപ ചെലവായി. ഡ്രോൺ റഡാർ വാടകയ്ക്കെടുത്ത വകയിൽ 3 കോടി രൂപ. DNA പരിശോധനയ്ക്ക് 3 കോടി രൂപ. സംശയമുള്ള കേസുകൾ മാത്രമാണ് DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത്. അപ്പോൾ അവിടെ ഈ 3 കോടി രൂപ DNA പരിശോധനയ്ക്ക് ചെലവായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വലിയ കണക്കുകൾ ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇത്രയും ചെലവ് വരുമോ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി സ്വന്തമായി പലർക്കും വിട്ടുകൊടുത്തിരുന്ന അവരുടെ ബന്ധുക്കൾക്ക്, അത് ഏറെക്കുറെ 200ഓളം മൃതദേഹങ്ങൾ അങ്ങനെ തന്നെയാണ് വിട്ടുകൊടുത്തത്. ആ മൃതദേഹങ്ങൾ പലതും 10,000 രൂപയാണ് സർക്കാർ പ്രാഥമിക ആശ്വാസം നൽകിയത്. അവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഈ മേപ്പാടിയിലെ ആ ആശുപത്രിയിൽ നിന്ന്, CHC-യിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് അവർ തന്നെ കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനും ആംബുലൻസ് മാത്രമാണ് വിട്ടുകൊടുത്തിരുന്നത്. ഈ ആംബുലൻസുകൾ പോലും പലതും സർക്കാർ ആംബുലൻസ് ആയിരുന്നു. അതിന്റെ പെട്രോൾ അടിക്കേണ്ട തുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ സ്വകാര്യ സർവീസുകാർ സൗജന്യമായി വിട്ടുകൊടുത്തതാണ്. അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ തന്നെ വലിയ പൊരുത്തക്കേടുകൾ ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന തരത്തിലുള്ള കണക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലെ മറ്റു തരത്തിലുള്ള കണക്കുകൾ കൂടി ഒരുപക്ഷെ പൊതുജന സമക്ഷം ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച തുകയാണ്. അതുകൊണ്ട് സർക്കാർ അതിന് ബാധ്യസ്ഥരാണ് കാര്യങ്ങൾ പറയാൻ. ഏതായാലും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ രീതിയിലുള്ള ഒരു പൊരുത്തക്കേടുകൾ തോന്നും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നഷ്ടപ്പെട്ട വീടുകളിൽ ഓരോ വീടിനും സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്, അതായത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ കണക്കാക്കിയിരിക്കുന്നത് 1,30,000 രൂപ മാത്രമാണ്. അതായത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് 1,30,000 രൂപ മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഭാഗികമായി തകർന്ന വീടുകൾക്ക് 60,000 രൂപ, കുടിലുകൾക്ക് 8,000 രൂപയൊക്കെ തന്നെയാണ് ഈ കണക്കുകളിൽ ഉള്ളത്. ഈ കണക്കുകളിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചെലവഴിച്ച തുക അത് വലിയ രീതിയിൽ കാണിക്കുകയും ചെലവാക്കാനിരിക്കുന്ന തുക പിശുക്കി കാണിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഇരകൾക്ക് നൽകാനുള്ള തുകയുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി കടന്നു പോകാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കായി 4 കോടി രൂപ. അതുപോലെ തന്നെ വോളണ്ടിയർമാരുടെ ട്രൂപ്പുകളുടെയും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി 10 കോടി രൂപ. വോളണ്ടിയർമാരുടെയും ട്രൂപ്പ്, അതായത് സൈന്യത്തിന്റെയും താമസത്തിന് മാത്രം 15 കോടി രൂപ. വെഹിക്കിൾ യൂസ്ഡ് ഫോർ ഇവാക്യുവേഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ചുരൽമല ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. ചുരൽമലയൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന്. അവിടെ നിന്നാണ് ഈ 12 കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച് ഒറ്റ ദിവസം രാത്രി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അതിനുവേണ്ടി 12 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കണക്ക് തന്നെയാണ്. ബെയിലി പാലത്തിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് JCB മറ്റും ഉപയോഗിച്ചു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടി വരും.